CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ വൻ വിദേശമദ്യവേട്ട. തെരഞ്ഞെടുപ്പ് ഫലം ലക്ഷ്യമിട്ട് സൂക്ഷിച്ചിരുന്ന 75 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വടക്കാഞ്ചേരി പോലീസ് പിടിച്ചെടുത്തു. കുണ്ടന്നൂർ മേക്കാട്ടുകുളം കൊച്ചുപോളിന്റെ വീടിന് മുന്നിലുള്ള പറമ്പിൽ ചാക്കിലാക്കി കുഴിച്ചിട്ട 1/2 ലിറ്ററിന്റെ 150 കുപ്പി വിദേശമദ്യമാണ് പിടികൂടിയത്. വേലൂർ കുറുമാലിൽ ഇടിമിന്നലേറ്റ് ഗൃഹനാഥൻ മരിച്ചു. തലക്കൊട്ടുകര ഞാലിക്കര EMS നഗറിൽ താമസിക്കുന്ന തോപ്പിൽ വീട്ടിൽ ഗണേശനാണ് മരിച്ചത്. നെല്ലുവായ് കുട്ടഞ്ചേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്കൂട്ടറിൽ നിന്നും വീണ് യുവാക്കൾക്ക് പരിക്കേറ്റു. കുട്ടഞ്ചേരി നെല്ലിക്കുന്ന് വീട്ടിൽ വിഷ്ണു, നെല്ലിക്കുന്ന് വീട്ടിൽ ശ്യാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്രമുറ്റത്തെ വലിയ ആൽമരം കടപുഴകി വീണു. ക്ഷേത്രമൈതാനത്ത് ആളുകളില്ലാത്തതിനാൽ വന്നപകടം ഒഴിവായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് പൂർണ്ണമായും നിലം പതിച്ചത്. തൃശൂരിൽ നടന്ന വാഹനാപകടത്തിൽ എരുമപ്പെട്ടി സ്വദേശി മരിച്ചു. എരുമപ്പെട്ടി മുരിങ്ങാത്തേരി ലാസറിന്റെ മകൻ ഫ്രാൻസിസ് ആണ് മരിച്ചത്. പൂജാ സ്റ്റോറിന്റെ മറവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. കേച്ചേരിയിലെ ഐശ്വര്യ പൂജാ സ്റ്റോറിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ സംഭവത്തിൽ പട്ടികര മമ്മസ്റായിലത്ത് തസ്വീറിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കേകാട് പഞ്ചായത്തിലെ നായരങ്ങാടി സെന്ററിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. PWD വിഭാഗത്തിന്റെ അനാസ്ഥയാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് വാർഡംഗം. വടക്കേകാട് നായരങ്ങാടിയിൽ പാമ്പ് കടിയേറ്റ സ്ത്രീയുമായി പോയിരുന്ന ആംബുലൻസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി. രാവിലെയുണ്ടായ കനത്ത മഴയിൽ നായരങ്ങാടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുണ്ടായ വെള്ളക്കെട്ടിലാണ് ആംബുലൻസ് കുടുങ്ങിയത്. മണിക്കൂറുകളോളം നിർത്താതെ പെയ്ത മഴയിൽ പെരുമ്പിലാവ് സെന്റർ വെള്ളത്തിൽ മുങ്ങി. സെന്ററിലെ കടകളിലേക്ക് വെള്ളം കയറി. ശാസ്ത്രീയമായ രീതിയിൽ കാനകൾ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്ന് നാട്ടുകാരും വ്യാപാരികളും ആരോപിച്ചു. വാസ്തുവിദഗ്ധൻ കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം കാണിപ്പയ്യൂർ മനയിൽ നടന്നു. അക്ഷരമുറ്റങ്ങൾ വീണ്ടും സജീവമാകുന്നു. പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിലെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. കാട്ടകമ്പാൽ വടക്കേകാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലത്തിന്റെ പണി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. മഴ കനത്തതോടെ പെരുമ്പിലാവ് ആൽത്തറ ഫ്രീഡം റോഡിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മേഖലയിൽ കാൽനടയാത്രയും വാഹനയാത്രയും ദുസ്സഹമായി. പെങ്ങാമുക്ക് ഹൈസ്കൂളിന് സമീപം ജൽജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചിട്ട റോഡ് നന്നാക്കാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. പഴഞ്ഞി പബ്ലിക് ലൈബ്രറിയിലെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി അവധിക്കാല ഏകദിന ക്യാമ്പ് നടത്തി. മുണ്ടത്തിക്കോട് വില്ലേജ് ഓഫീസർ MK സുരേഷിന് നാട്ടുകാർ നൽകിയ യാത്രയയപ്പ് ഊഷ്മളമായി. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി കിണർ ക്ലോറിനേഷൻ ആരംഭിച്ചു. SSLC+2 ഉൾപ്പെടെയുള്ള പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിവിധ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ ആദരമൊരുക്കി. അനുബന്ധ പരിപാടികളും നടന്നു. ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സ്ഥാപക ദിനമായ ജൂൺ 1 ഡ്രൈവേഴ്സ് ഡേ ആചരിക്കുന്നതിന്റെ ഭാഗമായി എരുമപ്പെട്ടിയിൽ പതാക ഉയർത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.